+1 ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെട്ടാലോ. വെൽക്കം ടു ജസ്റ്റ് എ മിനിറ്റ്. സ്ക്രീനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതെന്താണ്? ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിൽ 1, 2 and 3 ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 പ്രോസസ്സുകളാണ്. എന്തിലുള്ള 3 പ്രോസസ്സുകളാണ്? യൂറിൻ ഫോർമേഷനിൽ വരുന്ന 3 പ്രോസസ്സാണ്. അപ്പോൾ അതിന്റെ പേര് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എഴുതണ്ട. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ ആണ് അല്ലേ. ഗ്ലോമെറുലസിൽ നിന്ന് നമ്മുടെ ഫിൽട്രേറ്റ് കറക്റ്റായിട്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തിച്ചേരാണ്. അപ്പോൾ അതൊരു അൾട്രാ ഫിൽട്രേഷൻ ആണ്. കാര്യം പ്രോട്ടീൻസ് ഒഴിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 180 ലിറ്റേഴ്സ് ഓഫ് ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും 1.8 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ മാത്രമേ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? ബാക്കി 99% എന്ത് തന്നെയാണ് നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്യൂബുലാർ സെക്രീഷൻ ആണ്. അതായത് K+H+ പോലുള്ള സാധനങ്ങൾ സെയിം നമ്മുടെ ഈ ഒരു ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂറിൻ ഫോർമേഷൻ്റെ 3 സ്റ്റെപ്സിനെ പറ്റി എഴുതാനുള്ളത്. ഇനി മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ടും ഷോർട്ട് ആയിട്ടും ഒക്കെ എഴുതാം. കണ്ടില്ലേ, ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി PYQs ആയിട്ട് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. ഡേറ്റ് മറന്നുകൊണ്ട് 30-ാം തീയതി. ഇനി ഈ ചാപ്റ്റർ മാത്രമല്ല, സെക്കൻഡ് ടേമിലുള്ള കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ 1 ഷോർട്ട് റിവിഷൻ ആയിട്ടാണ് നമ്മൾ വരുന്നത്. 30-ാം തീയതി എല്ലാവരും ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം.